അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രീ വ്ളോഗ്സിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പാലക്കാട് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമുക്കൊരു ഇപ്പോൾ എക്സിബിഷൻ വന്നിട്ടുണ്ടല്ലോ പുതിയതായിട്ട്, ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ മുഹമ്മദ് അസ്ന അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ലുലു മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലുലു മാളിൽ പോയിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ എക്സിബിഷൻ കാണാൻ. എക്സിബിഷൻ പറയുമ്പോൾ രാത്രിയൊക്കെ അല്ലേ കാണാൻ രസം, അപ്പോൾ അതുകൊണ്ട് രാത്രി പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലുലു മാളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലുലു മാളിൽ വന്നിട്ട് അവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും വന്നാലും ചായ കുടിക്കുന്ന ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ ചായയും അതുപോലെ തന്നെ ഉള്ളിവടയും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് സ്നാക്സൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അസിനൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊരു കടി തന്നതാണ് കേട്ടോ. ഞാനതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കൊണ്ടുവന്നു. ചായയും ഉള്ളിവജ്ജയും പിന്നെ മുഹമ്മദ് അവിടെ ബ്രോസ്റ്റഡും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് അവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ഉള്ളിവടയും അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ബില്ലിട്ടിട്ട് ഇപ്പോൾ നമ്മളിനി എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കും മുഹമ്മദിനും അതുപോലെ തന്നെ അസ്നക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകണം എന്നുള്ളത്. പാലക്കാട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പോയി കേട്ടോ. മുഹമ്മദിനൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവിടുത്തെ ആ ഡെക്കറേഷനും ആ ബാക്കിൽ ആ യന്ത്രൂനാലൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വണ്ടി കിടന്ന് തുള്ളി കളിക്കുകയാണ് കേട്ടോ. വണ്ടി നിർത്ത്, നമുക്ക് വേഗം പോവാ പറഞ്ഞിട്ട് അങ്ങനെ പറയായിരുന്നു കേട്ടോ അവന്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ. അത് പാർക്കിംഗ് സ്ഥലം വേറെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മളിനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 120 രൂപയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി കേട്ടോ. നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പോയ ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ പറയുമ്പോൾ എല്ലാവർക്കും ഹോളിഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല സെറ്റപ്പും ആയിരുന്നു കേട്ടോ. നല്ല കാണാൻ തന്നെ ഭയങ്കര ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി എക്സ്പ്ലോർ ചെയ്യുക, സെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ നല്ല അടിപൊളി ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുക. അപ്പോൾ ഫുൾ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവർ കളഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുൾ പാട്ടായിരുന്നു കേട്ടോ. അവരുടെ ആ മഞ്ഞുമൽ ബോയ്സിലെ സിനിമയിലെ മറ്റേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് കളഞ്ഞിരിക്കുന്നത് അതിൽ പാട്ട്. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണേ.
ഗൈസ് ഇത് വന്നിട്ട് അവിടെ മറ്റേ മനുമൽ ബോയ്സിൽ മറ്റേ സുഭാഷ് മറ്റേ കുഴിയിലോട്ട് വീഴുമല്ലോ, ആ ഒരു ഗുഹനെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഗുണ കേവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ സ്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് സ്നോ വേൾഡ് കഴിഞ്ഞിട്ട് പിന്നെ മിറാക്കിൾ ഗാർഡൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ളൊരു ഗാർഡൻ്റെ ഒരു ലുക്കായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പക്ഷേ ഫ്ലവേഴ്സൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടാക്കിയതാണ്. പക്ഷേ എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ എന്താ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ സ്നോ വേൾഡിലും നല്ല തിരക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്കല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. എന്നിട്ട് മറ്റേ ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ പഴയ കാലത്തെ മുട്ടായികളും അച്ചാർ അതുപോലെ മറ്റേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളും അതുപോലെ അങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ടുള്ളൊരു സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബർക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഒന്നും നിന്നില്ല കേട്ടോ. മുഹമ്മദ് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അവന് എന്താ മേടിക്കണമെന്നൊന്നും അറിയുന്നില്ല. എല്ലാം വേണം അവന്. അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ എല്ലാവരെയും മോശം നോക്കിയിട്ട് നിൽക്കുകയാണ്. എന്താ വേണ്ടതെന്നൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് വന്ന് ഇതിലൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിന്താക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് മുഹമ്മദിന് ഇതിലൊന്നും കേട്ടില്ല കേട്ടോ. അവൻ ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്താക്ക് ഇവിടെ ഇങ്ങനത്തെ ഓരോരോ ഇതിലൊക്കെ കയറിയിട്ട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് ചിന്താക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിന്ത അതിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിലൊന്നും കയറിയില്ല കേട്ടോ. നമുക്ക് പേടിയും ഉണ്ടായിരുന്നു, കയറാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളതങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം കഴിഞ്ഞതാ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ഫ്രണ്ട്. ബൈ.